ആനന്ദത്തിന് ഭൂമിയിലെ വഴികൾ പോരെന്ന് തോന്നുന്നവർക്ക് പാം ദുബായ് ഡ്രോപ്പ് സോണിലെത്താം. സാഹസികത ഇഷ്ടപ്പെടുന്നവരുടെ സ്വപ്നഭൂമിയാണ് ഇന്ന് ഈ ഡ്രോപ്പ് സോൺ. 4000 മീറ്റർ ഉയരത്തിൽ നിന്ന് 200 കിലോമീറ്റർ വേഗതയിൽ ആകാശത്തു നിന്നൊരു ചാട്ടം. അതാണ് ഇവിടെ എത്തുന്നവരുടെയെല്ലാം ലക്ഷ്യം. സെപ്റ്റംബർ മുതൽ മെയ് വരെയാണ് സ്കൈ ഡൈവിംഗ് സീസൺ. ഏറ്റവും മികച്ച സൗകര്യമുള്ള ഇവിടെ ലോകത്തെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്നു. ഡെസേർട്ട് ഡൈവിംഗ്, നൈറ്റ് ഡൈവിംഗ്, സ്കൈ ഡൈവിംഗ് സ്കൂൾ തുടങ്ങി ഒട്ടേറെ സർവീസുകളും ഇവിടെയുണ്ട്. 3 വർഷം മുമ്പ് ആരംഭിച്ച ഈ ഡ്രോപ്പ് സോൺ ദിവസേന 80ഓളം ചാട്ടങ്ങളാണ് നടത്തുന്നത്. പ്രൈവറ്റ് ബീച്ചും റെസ്റ്റോറൻറ്റും മറ്റ് 5 സ്റ്റാർ സൗകര്യങ്ങളും പാം ദുബായ് ഡ്രോപ്പ് സോണിനെ ഒരു ലോകോത്തര ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റുന്നു. വെൽക്കം ടു ദിസ് വീക്ക്. കൊച്ചി പുതുവൈപ്പിനിലെ LNG ടെർമിനൽ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നതോടെ കൊച്ചിയുടെ സമഗ്ര വികസനത്തിനാണ് കളമൊരുങ്ങുക. ആദ്യഘട്ടത്തിൽ വ്യാവസായിക ആവശ്യങ്ങൾക്കാണ് ഇവിടെ നിന്നുള്ള വാതകം ഉപയോഗിക്കുക. പിന്നീട് കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് വാതകം ലഭ്യമാകും. ഫാക്ടിന് വാതകം വിതരണം ചെയ്തുകൊണ്ട് ടെർമിനലിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. എന്നാൽ പദ്ധതിയുടെ നടത്തിപ്പിലുള്ള തടസ്സങ്ങളും കാലതാമസവും മൂലം ഇതിന്റെ ഗുണഫലം ജനങ്ങളിൽ എത്തുമോ എന്ന സംശയവും നിലനിൽക്കുന്നു. കേരളത്തിന്റെ വ്യവസായ ഊർജ്ജ സങ്കല്പങ്ങൾ തിരുത്തിക്കുറിക്കുന്ന പദ്ധതിയായി LNG പുതുവൈപ്പ് മാറുമെന്നാണ് പ്രതീക്ഷ. കൊച്ചി പുതുവൈപ്പിനിലെ LNG ടെർമിനൽ 2 മാസത്തിനുള്ളിൽ പ്രവർത്തന സജ്ജമാവും. ഖത്തറിൽ നിന്ന് 10,000 ടൺ ദ്രവീകൃത വാതകവുമായുള്ള വിൽ എനർജി എന്ന ആദ്യ കപ്പൽ വന്നതോടെ കേരളത്തിന്റെ ഇന്ധനക്ഷാമത്തിന് പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ട LNG പദ്ധതിക്ക് അനൗപചാരിക തുടക്കമായി. 12 വർഷമായി കേരളം കാത്തിരുന്ന പദ്ധതിയാണ് പുതുവൈപ്പിലേത്. സംസ്ഥാനത്തെ വ്യവസായ വിപ്ലവത്തിന് തന്നെ തുടക്കമിടുന്ന ബൃഹത്തായ പദ്ധതിയെന്നാണ് LNGയെ വിശേഷിപ്പിക്കുന്നത്. 4500 കോടി രൂപയോളം ചെലവിട്ട് കേരളത്തെയും ദക്ഷിണേന്ത്യയും തന്നെ പ്രകൃതിവാതകത്തിലേക്ക് വഴിമാറ്റുന്നതിനായി നടപ്പാക്കുന്ന പദ്ധതിയുടെ 1ാം ഘട്ടമാണിത്. 56,000 ടൺ പ്രകൃതിവാതകവുമാണ് വിൽ എനർജിയിൽ പുതുവൈപ്പിനിൽ എത്തിച്ചത്. ആദ്യഘട്ടത്തിൽ വ്യാവസായിക ആവശ്യങ്ങൾക്കായിരിക്കും വാതകം ഉപയോഗിക്കുക. BPCL കൊച്ചി റിഫൈനറി, FSCT തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായിരിക്കും ആദ്യഘട്ടത്തിൽ വാതകം നൽകുക. 2ാം ഘട്ടത്തിൽ ഗാർഹിക ആവശ്യങ്ങൾക്കും വാതകം നൽകി തുടങ്ങും. പുതുവൈപ്പിനിലെ 33.4 ഹെക്ടർ ഭൂമിയിലൊരുക്കിയ കൂറ്റൻ ടാങ്കുകളിലാണ് ഈ ദ്രവീകൃത വാതകം സംഭരിച്ചത്. ദ്രവരൂപത്തിലുള്ള വാതകം ടെർമിനലിലെ കൂറ്റൻ ടാങ്കറുകളിലേക്കും അവിടെ നിന്ന് വാതകമാക്കിയതിനു ശേഷം ഡെസ്പാച്ച് ടെർമിനലിലും സംഭരിക്കുകയായിരുന്നു. ഈ വാതകമാണ് പുതുവൈപ്പിനിൽ നിന്ന് പ്രത്യേക പൈപ്പ് ലൈൻ വഴി ഫാക്ടറിയിലേക്ക് എത്തിച്ചത്. ഗെയിലിനായിരുന്നു പൈപ്പിടുന്നതിന്റെ ചുമതല. വരും ദിവസങ്ങളിൽ ഫാക്ടറിന്റെ പ്രവർത്തനം LNG ഉപയോഗിച്ചാകും നടക്കുക. ഫാക്ടിന്റെ ഉദ്യോഗമണ്ഡൽ പ്ലാന്റിൽ അസംസ്കൃത പദാർത്ഥമായും ഇന്ധനമായും ഇതുപയോഗിക്കാം. ഫാക്ടിന്റെ ഇന്ധന ചെലവുകൾ ഗണ്യമായി കുറയും. പ്രതിവർഷം 3 ലക്ഷം ടൺ LNG ഫാക്ടിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചി LNG ടെർമിനലിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ഫാക്ട് തന്നെയാണ്. നാഫ്തയുടെ വിലവർധന മൂലം കടുത്ത പ്രതിസന്ധി നേരിടുന്ന ഫാക്ടിന് പുതിയ ഇന്ധനം കരുത്താകും. ആദ്യഘട്ടത്തിൽ 60 ദിവസത്തേക്കാണ് ഫാക്ട് വാതകം വാങ്ങുക. 1 യൂണിറ്റിന് $19.5 ഇതിനായി ഇവർ നൽകേണ്ടി വരുന്നത്. നാഫ്തയിൽ പ്രവർത്തിച്ചിരുന്ന ഫാക്ടിന് LNGയിലേക്കുള്ള മാറ്റത്തിന് ഒട്ടേറെ സാങ്കേതിക കടമകളുണ്ടായിരുന്നു. ഇതെല്ലാം വിജയകരമായി മറികടന്നതോടെ LNG ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്രമുഖ വ്യവസായ സ്ഥാപനമായി ഫാക്ട് മാറി. കൊച്ചി റിഫൈനറി 2 വൈദ്യുതി പ്ലാന്റുകൾ പ്രവർത്തിക്കാൻ LNG ഉപയോഗിക്കും. 22 മെഗാവാട്ടിന്റെയും 34 മെഗാവാട്ടിന്റെയും 2 പ്ലാന്റുകളാണ് റിഫൈനറിയിലുള്ളത്. പുതുവൈപ്പിനിൽ വൈദ്യുതി നിലയം സ്ഥാപിക്കുന്നതിനും പദ്ധതിയുണ്ട്. പ്രകൃതിവാതകം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാൽ ചെലവ് വൻതോതിൽ കുറയും. കൊച്ചിയിലെയും സമീപ പ്രദേശങ്ങളിലെയും വീടുകളിലേക്ക് കുഴൽ വഴി പ്രകൃതിവാതകം എത്തിക്കുന്നതിനുള്ള പദ്ധതിയും ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നുണ്ട്. ഇതിനായി കൊച്ചി നഗരത്തിൽ 34 കിലോമീറ്റർ ദൂരത്തിലുള്ള പൈപ്പിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞു. അപകടരഹിതമായ വാതകമായതിനാൽ LNG ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടിക്കാം. ഗുജറാത്തിൽ മുച്ചക്ര വാഹനങ്ങളിൽ LNG ഉപയോഗിക്കണമെന്ന് സർക്കാർ നിഷ്കർഷിച്ചിരിക്കുകയാണ്.
പെട്രോളിയം ഉൽപ്പന്നങ്ങളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ നിരക്കിൽ ലഭിക്കുമെന്നതാണ് LNGയുടെ സവിശേഷത. LNGയുടെ വിതരണത്തിലൂടെ സംസ്ഥാന സർക്കാരിന് നികുതി ഇനത്തിൽ 600 കോടി രൂപയുടെ വരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാമ്പത്തികമായി മോശം സ്ഥിതിയിലായ കൊച്ചി തുറമുഖത്തിന് പുതിയ വരുമാനവുമുണ്ടാകും. പക്ഷേ 12 വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ പുതുവായ്പിനിൽ പെട്രോനെറ്റ് ലിമിറ്റഡ് കമ്പനി LNG ടെർമിനൽ സ്ഥാപിച്ചുവെങ്കിലും ഇവിടെ സംഭരിക്കുന്ന വാതകം ആവശ്യക്കാർക്ക് എത്തിക്കുന്നതിന് പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കാനായിട്ടില്ല. പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനുള്ള ചുമതല ഗെയിൽ ഇന്ത്യ ലിമിറ്റഡിനാണ്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള എതിർപ്പ് മൂലം പൈപ്പിടൽ ജോലികൾ പാതി വഴിയിലാണ്. പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ മംഗലാപുരത്തേക്കും ബാംഗ്ലൂരേക്കും വാതകം എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് പൈപ്പിടാനുണ്ടാകുന്ന താമസം മൂലം വൈകുന്നത്. ആകെയുള്ള 900 കിലോമീറ്ററിൽ 505 കിലോമീറ്റർ കേരളത്തിലും 310 കിലോമീറ്റർ തമിഴ്നാട്ടിലും 85 കിലോമീറ്റർ കർണാടകയിലൂടെയുമാണ് കടന്നുപോകുന്നത്. ഭൂമിയേറ്റെടുക്കൽ നടപടികളിലെ തർക്കങ്ങളും പൊതുജനങ്ങളുടെ സുരക്ഷിതത്വം സംബന്ധിച്ച ആശങ്കകളുമാണ് പ്രധാന കടമ്പകൾ. വർഷം തോറും 5 മില്യൺ മെട്രിക് ടൺ വാതകം കൈകാര്യം ചെയ്യാനുള്ള ശേഷി ടെർമിനലിനുണ്ട്. എന്നാൽ ഫാക്റ്റും കൊച്ചിൻ റിഫൈനറിയും കൂടി കേവലം 0.5 മില്യൺ മെട്രിക് ടൺ മാത്രമേ ഒരു വർഷം ഉപയോഗിക്കൂ. പുതുവൈപ്പിനൊപ്പം LNG ടെർമിനൽ ആരംഭിച്ച ദാഹേജിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പദ്ധതി യാഥാർത്ഥ്യമായി. 3000 കോടിയാണ് ദാഹേജിലെ പ്ലാന്റിൽ നിന്ന് വരുമാനം ലഭിക്കുന്നത്. പെട്രോനെറ്റ് LNG ലിമിറ്റഡ് തന്നെയാണ് ദാഹേജിലും പദ്ധതി നടപ്പാക്കിയത്. വിതരണത്തിലെ തടസ്സങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ കേരളത്തിന്റെ ഈ സ്വപ്ന പദ്ധതിയുടെ ശേഷി പൂർണ്ണമായി പ്രയോജനപ്പെടുത്താനാകൂ. പ്രമുഖ ജ്വല്ലറി ബ്രാൻഡായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 20ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഇതോടനുബന്ധിച്ച് ഗ്രൂപ്പിന്റെ 100ാമത്തെ ഷോറൂം ഗുഡ്ഗാവിൽ ക്രിക്കറ്റ് ഇതിഹാസം കപിൽ ദേവ് ഉപഭോക്താക്കൾക്കായി സമർപ്പിക്കും. 20ാം വാർഷികാഘോഷവേളയിൽ ഒട്ടേറെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾക്ക് മലബാർ ഗ്രൂപ്പ് തുടക്കം കുറിക്കും. സുവർണ വർഷങ്ങൾ ആഘോഷിക്കുന്ന മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വരുന്ന സെപ്റ്റംബർ 28-ന് ഷോറൂമുകളുടെ എണ്ണത്തിൽ സെഞ്ചുറി തികയ്ക്കും. പ്രശസ്ത ക്രിക്കറ്റ് താരം കപിൽ ദേവ് ഗുഡ്ഗാവിലെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂം ഉദ്ഘാടനം ചെയ്യും. ഗൾഫ് രാജ്യങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന 22,000 കോടി വിറ്റുവരവുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഈ നാഴികക്കല്ലോടുകൂടി ലോകത്തിലെ പ്രമുഖ ജ്വല്ലറി ബ്രാൻഡുകളുടെ ഇടയിൽ സ്ഥാനമുറപ്പിക്കും. ഉപഭോക്താക്കൾക്ക് മികച്ച ആനുകൂല്യങ്ങളും സൗജന്യങ്ങളും ഈ ആഘോഷവേളയിൽ നൽകുന്നതോടൊപ്പം അനേകം നൂതന പദ്ധതികൾക്ക് കമ്പനി ഇതോടൊപ്പം തുടക്കം കുറിക്കും. ഒക്ടോബറിൽ സിംഗപ്പൂർ, കൊൽക്കത്ത, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലും സമീപഭാവിയിൽ ശ്രീലങ്ക, ഇന്തോനേഷ്യ, മലേഷ്യ എന്നിവിടങ്ങളിലേക്കും കമ്പനി പ്രവർത്തനം വ്യാപിപ്പിക്കും. 20 വർഷങ്ങളോട് ഉപഭോക്താക്കൾ ഞങ്ങൾക്ക് നൽകിയ സ്വീകാര്യതയും വിശ്വസ്തതയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉപഭോക്താക്കൾ ഞങ്ങൾ കൊടുക്കുന്ന എല്ലാ കമ്മിറ്റ്മെൻറ്റും പാലിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ടാർഗറ്റാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് ഒരു ബ്രാൻഡായി വളരാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ മനസ്സിൽ ഫസ്റ്റ് പ്രിഫറൻസ് തരുന്നത് ബ്രാൻഡായി വളരാൻ. അത് 100% കമ്മിറ്റ്മെൻറ്റോടുകൂടി കാര്യം ചെയ്യുക. അതോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റെടുക്കുക. ഞങ്ങളുടെ ലാഭത്തിൻ്റെ 10% സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി മാറ്റിവെച്ചുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. 20ാം വാർഷികാഘോഷവേളയിൽ മലബാർ ഗ്രൂപ്പ് സാമൂഹ്യ പ്രതിബദ്ധത പ്രവർത്തനങ്ങൾക്ക് പുറമെ അനേകം നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. ടൗൺഷിപ്പുകൾ, ബ്രാൻഡഡ് ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ആൻഡ് റീറ്റെയിൽ, ഇ-കൊമേഴ്സ്, ഓർഗാനിക് ഫാമിംഗ്, IT പാർക്ക്, വിപുലവും ആധുനികവുമായ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് എന്നിവ ഇതിൽ ചിലതാണ്. മാറുന്ന ട്രെൻഡുകൾക്കനുസൃതമായി ലോകമെമ്പാടുമുള്ള യുവത്വത്തെ ആകർഷിക്കാൻ വളരെ ട്രെൻഡിയായ ഉത്പന്നങ്ങളുടെ ശ്രേണി കമ്പനി പുറത്തിറക്കും. ഇതിന്റെ ഭാഗമായി പിങ്ക് ചിക്ക് മിനി ബുട്ടീക്ക്, എവർ ആഫ്റ്റർ വെഡിംഗ് ബ്രാൻഡ്സ്, വാലൻമെൻസ് ബ്രാൻഡ് എന്നിവ ഈ ആഘോഷവേളയിൽ വിപണിയിലെത്തും.
മലബാർ ഗ്രൂപ്പ് കമ്പനികളിലൊന്നായ മലബാർ ഡെവലപ്പേഴ്സ് ഈ 20ാം വാർഷിക വേളയിൽ മികച്ച മുന്നേറ്റമാണ് ലക്ഷ്യം വെക്കുന്നത്. ഇതിൽ സുപ്രധാനം ഇന്ത്യയിലെ എല്ലാ മെട്രോ സിറ്റികളിലും പ്രീമിയം ലക്ഷറി അപ്പാർട്ട്മെന്റ് നിർമ്മിക്കുക എന്നതാണ്. നൂതന മാനേജ്മെന്റ് മാതൃക അവലംബിക്കുന്ന മലബാർ ഗ്രൂപ്പിന്റെ വിജയത്തിന്റെ പിന്നിൽ 1600ഓളം ഇൻവെസ്റ്റേഴ്സിന്റെ പിന്തുണയും 7000ഓളം വരുന്ന മാനേജ്മെന്റ് ടീമിന്റെ കൂട്ടായ പ്രവർത്തനവുമുണ്ട്. വോളിയം ലെവലിൽ ഇപ്പം തേർഡിൽ മലബാർ ഗ്രൂപ്പിന് എത്താൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളൊരു വേൾഡിലെ ഒരു ഗിഫ്റ്റ് ആർട്ടിക്കിൾ, അതായത് സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് കൊടുക്കുന്ന വാല്യൂ അപ്രിസിയേറ്റിംഗ് ഗിഫ്റ്റ് ആർട്ടിക്കിളായിട്ട് വളരുക എന്നുള്ളതാണ് ഞങ്ങൾ ടാർഗറ്റ്. ഇതിൽ ഡയമണ്ട് ആവാം, ഗോൾഡ് ആവാം, ഒരു അംഗീകാരത്തിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് ആർട്ടിക്കിളാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി മലബാർ ഗ്രൂപ്പ് ലാഭത്തിന്റെ 10% ജീവൻ രക്ഷാ മരുന്നുകൾ, ഭവന നിർമ്മാണ സഹായം, വിദ്യാഭ്യാസം, സ്ത്രീ ശാക്തീകരണം, പരിസ്ഥിതി എന്നിവയ്ക്കായി മാറ്റിവെക്കുന്നു. ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലുമായി അനേക ലക്ഷം അവശത അനുഭവിക്കുന്നവർ മലബാർ ഗ്രൂപ്പിന്റെ സാമൂഹ്യ പ്രതിബദ്ധതാ പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ടുണ്ട്.